കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാർ പാസ്റ്റർ ടി എം കോശി, പാസ്റ്റർ ജോബിൻ ജോസഫ്, കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഒരു ദൈവവചനത്തിലേക്ക് തിരിയുന്നു. അതിനാധാരമായി ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. യെശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനും ഇല്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിൻ ഉറവ് തനിച്ചും വസിക്കുന്നു. ആകാശം അവന് മഞ്ഞു പൊഴിക്കുന്നു. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ. അവൻ നിന്റെ സഹായത്തിൻ പരിചയം, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. നീ അവരുടെ ഉന്നതങ്ങളിൽ മേൽ നടകൊള്ളും. മതി. ദൈവത്തിന് സ്തോത്രം. മോശ തൻ്റെ ജീവിത സായാഹ്നത്തിൽ എല്ലാ ഇസ്രായേലിനെയും ഒരുമിച്ച് കൂട്ടി ഗോത്രം ഗോത്രമായി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരോടുള്ള ദൈവിക ആലോചന അറിയിച്ചുകൊണ്ട് നടത്തിയൊരു പ്രഭാഷണമാണ് 33-ാം അധ്യായം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, ഇപ്പോൾ വായിച്ചതായ വാക്യങ്ങൾ ഒരു ബെനഡിക്ഷനാണ്, ഒരു ആശീർവാദമാണ്, ഒരു അനുഗ്രഹമാണ് ചൊരിയുന്നത്. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിൽ താൻ 40 ദീർഘവർഷം ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ നടത്തി. വാഗ്ദത്ത കനാനിൽ എത്തിക്കുവാൻ വേണ്ടി ഒത്തിരി കഷ്ടവും ദുഃഖവും വേദനയും അനുഭവിച്ചു. എന്നാൽ ഒടുവിലത്തെ സമയമായപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ അവിവേകം കാണിച്ചതുകൊണ്ട് നീ വാഗ്ദത്ത കനാനിൽ കാല് ചവിട്ടത്തില്ല. എന്നാൽ ഉയർന്നയൊരു സ്ഥലത്ത് കൊണ്ടുപോയി വാഗ്ദത്ത ദേശം അവനെ കാണിച്ചു കൊടുത്തു. അവൻ കണ്ണാലെ കണ്ടു, പക്ഷേ അവിടെ കാല് ചവിട്ടുവാൻ ദൈവം അനുവദിച്ചില്ല. നമുക്കറിയാം, വലിയ ആവേശത്തോടെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി താല്പര്യപ്പെട്ട് അതിനുവേണ്ടി നാം ഒരുങ്ങിയിരിക്കുമ്പോൾ അത് കിട്ടത്തില്ലെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അനുഭവം? ഒത്തിരി കയ്പ് നമ്മുടെ ഉള്ളിൽ വരും, അല്ലേ? ഒത്തിരി നിരാശ വരും, ഒത്തിരി ഈർഷ്യ നമ്മിലൂടെ വെളിപ്പെടും. പിന്നെ കാണുന്നവരെയൊക്കെ ശപിക്കാനാണ് തോന്നുന്നത്. അടുത്തു വരുന്നവരെയൊക്കെ ആമേൻ മോശമായി സംസാരിപ്പാനാണ് നമ്മുടെ മാനുഷികമായൊരു പ്രവണത. എന്നാൽ ശ്രദ്ധിക്കൂ, മോശ വാഗ്ദത്ത കനാനിൽ കാല് ചവിട്ടത്തില്ല എന്ന് ദൈവം പറഞ്ഞിട്ടും ദൈവത്തിൻ്റെ ജനത്തെ അവൻ അനുഗ്രഹിക്കുകയാണ്. എന്താ കാര്യം? അതിൻ്റെ രഹസ്യം 34-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 7-ാം വാക്യം, മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. പ്രൈസ് ദ ലോർഡ്. തിക്തമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ കാര്യങ്ങൾ നടക്കുമ്പോഴും ഒരു ദൈവ പൈതലിൽ ദൈവം ആഗ്രഹിക്കുന്നു, സാഹചര്യം കണ്ട സമ്മർദ്ദത്തിൽ കഴിച്ചു പോകരുത്, സാഹചര്യം കണ്ട സമ്മർദ്ദത്തിൽ നിരാശപ്പെട്ട് തളർന്നു പോകരുത്. ശാപത്തിൻ്റെ വാക്ക് നിന്റെ വായിൽ നിന്ന് വരരുത്. അവിടെയും അനുഗ്രഹത്തിൻ്റെ വാക്ക്, ആമേൻ, വിജയത്തിൻ്റെ വാക്കുകൾ, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ ഉയരണമെങ്കിൽ കണ്ണു മങ്ങാതെ, ദേഹബലം ക്ഷയിക്കാതെ സൂക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കും. സന്തോഷമുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് ഒരു അക്ഷരീയ അനുഭവമല്ല, ഒരു ശാരീരിക അവസ്ഥയല്ല പറഞ്ഞത്, ഒരു ആത്മീയ അവസ്ഥയാണ് പറഞ്ഞത്. ഹൃദയത്തിൻ്റെ കണ്ണുകൾ എന്ത് ചെയ്യരുത്? മങ്ങരുത്.
ആത്മീക ബലം കുറഞ്ഞു പോകരുത്. ദൈവശക്തിയിൽ നിറയപ്പെടുമെങ്കിൽ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും വിജയത്തിൻ്റെ ശബ്ദമുയർത്തുവാനിടയായി തീരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവാരോടോ ദൂത് പറയുന്നു, വിജയത്തിൻ്റെ വാക്കുകൾ ഉയർത്തുവാൻ സ്വർഗം ഇന്ന് നിന്നെ വിളിച്ചിരിക്കുമ്പോൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, അതേ കർത്താവേ, ആമേൻ. തളർച്ചയുടെ വാക്കുകളല്ല, നിരാശയുടെ വാക്കുകളല്ല, പരാജയത്തിൻ്റെ വാക്കുകളല്ല, വിജയത്തിൻ്റെ വാക്കുകൾ ഉയർത്തുവാൻ പുതിയൊരു ദർശനം എൻ്റെ കണ്ണുകളിൽ ഒന്ന് പ്രകാശിക്കട്ടെ. പുതിയൊരു ആത്മബലത്താൽ ഇന്ന് നിറയപ്പെട്ട് മടങ്ങിപ്പോകുവാൻ എനിക്ക് കൃപ നൽകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുന്നു. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, യേശൂരിൻ്റെ ദൈവത്തെ പോലെ ഹൂ ഈസ് ദ ഗോഡ് ഓഫ് ജെഷുരൂൻ? അതാണ് ഒന്നാമത്തെ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ആരാ ഈ ജെഷുരൂൻ? ഇസ്രായേലിൻ്റെ അപരനാമമാണ്. ജെഷുരൂൻ എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ പേരിൻ്റെ അർത്ഥം അപ്രൈറ്റ്, റൈച്വസ് എന്നാണ്. നേരുള്ളവൻ, നീതി പ്രവർത്തിക്കുന്നവൻ. സന്തോഷമുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾക്ക് ദൂത് പറയുമ്പോൾ മോശ ചിലരുടെ പോരായ്മകൾ കാണിച്ചു, ചിലരുടെ വീഴ്ചകൾ എണ്ണി പറഞ്ഞു. എന്നാൽ പൊതുവിലുള്ള അനുഗ്രഹം കൊടുക്കുമ്പോൾ പറയുന്നു, നേരോടെ നടക്കുമെങ്കിൽ, നീതി പ്രവർത്തിക്കുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ദൈവം നിൻ്റെ ദൈവമായിരിക്കും. സ്തോത്രം. ശേഷം ജനത്തെ തള്ളിക്കളയുമ്പോൾ, ശേഷം ജനത്തോട് ദൈവം കോപിക്കുമ്പോൾ, ശേഷം ജനത്തിൻ്റെ മേൽ അവൻ്റെ ക്രോധം ഇറങ്ങി വരുമ്പോൾ ഇന്ന് പകൽ എത്ര പേർ തീരുമാനമെടുത്തുകൊണ്ട് പറയും, കർത്താവേ, അങ്ങേ നേരോടെ സേവിപ്പാൻ, നീതിയോടെ അങ്ങേ പിൻപറ്റുവാൻ ഇന്ന് പകൽ ഇതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന് തീരുമാനിക്കുമെങ്കിൽ ആ ദൈവം പറയുന്നു, അവൻ ഞാൻ നിന്റെ ദൈവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചോദ്യം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ജനം ആര്? ഹൂ ആർ ഗോഡ്സ് പീപ്പിൾ? ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ജനം ആര്? പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ താൻ നേരിട്ട് ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട്, ഹൂ ആർ യു? നീ ആരാണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്, 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലുണ്ട്, നീ ആരാ? സ്തോത്രം. നീ ഏലിയാവാണോ? നീ ക്രിസ്തുവാണോ? സ്തോത്രം. നീ പ്രവാചകനാണോ? അപ്പോൾ പലരും നമ്മോട് സമയാസമയങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ആരാ? ഇന്ന് വിളിക്കുന്ന ദൈവമക്കളോടെല്ലാം ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ ഈ ദൈവത്തിൻ്റെ പൈതലാണ്? പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ പൈതലാകുവാൻ ദൈവം എനിക്ക് ആമേൻ അവകാശം തന്നു. എന്നെ തൻ്റെ മകനാക്കി, മകളാക്കി, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകലിടയായി തീരട്ടെ. സ്തോത്രം. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, ബട്ട് ഐ ആം ദ വൺ ഹൂ ഈസ് പ്രിപ്പയറിങ് എ വേ ഫോർ ദ മെസ്സായ. മശിഹായ്ക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനാ ഞാൻ, മശിഹ അല്ല. സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടെല്ലാം ഞാൻ ഉറപ്പിക്കട്ടെ, ഒരു ഉറപ്പ് പ്രാപിക്കണം. എന്തിനാ ദൈവം നിന്നെ വിളിച്ചത്? ഹൂ ആർ യു? നോട്ട് ജസ്റ്റ് സംബഡി. ആമേൻ. ആരെങ്കിലുമല്ല, നമ്മൾ ദൈവത്തിന് വിലയേറിയവരാ, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാ, ദൈവത്താൽ ഒരുക്കപ്പെട്ടവരെങ്കിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ ഒരു വെല്ലുവിളി, ഈ ഒരു ചലഞ്ച് ഇന്ന് പകൽ ഏറ്റെടുക്കുക. ആമേൻ. ഒതുങ്ങിയിരിക്കുവാനല്ല, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സംസാരിപ്പാൻ, അവൻ്റെ നാമത്തിന് വേണ്ടി ചിലത് അവൻ പ്രഖ്യാപിക്കുവാൻ എത്ര പേർ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കും? ഇവിടെ 2 കാര്യം, ആ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ കാണുന്നത്. ഹൂ ഈസ് ദ ഗോഡ് ഓഫ് ജെഷൂരിൻ? യെശൂരുവിൻ്റെ ദൈവം ആര്? മറ്റൊന്ന്, ഈ ദൈവത്തിൻ്റെ ജനം ആര്? അല്ലേ? അതാണ് ആ
29-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാണ്. നിനക്ക് ദൈവത്തിന് തുല്യമായിട്ട് ആരുമില്ല. ദൈവത്തെ സേവിക്കുന്നവർക്കും പ്രൈസ് ദി ലോർഡ് തുല്യമായി ആരുമില്ലെന്ന്. ലോകം ചിലപ്പോൾ നമ്മളെ വില കൽപ്പിച്ചില്ലെന്നിരിക്കും, പക്ഷെ ദൈവം നമ്മെ വില കൽപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. You may not be anybody in the society, but God values His people. സമൂഹത്തിൽ ചിലപ്പോൾ നമ്മെ വിലമതിച്ചില്ലെന്നിരിക്കും, പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ് നമ്മെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തും. But remember, the God, the creator of all things, the almighty God says, you are valuable to me. നീ എനിക്ക് വിലയേറിയവനാണ്, വിലയേറിയവളാണ്. കരങ്ങൾ അടിച്ച് സ്തോത്രം പറയാമോ? Hallelujah. Yes, udaraba saidaraba rigadara rival pravada vaidavaradal. Hallelujah. Praise the Lord. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജനം വിലയേറിയവരായത് അല്ലെങ്കിൽ തുല്യതയില്ലാത്തവരായത്? നമുക്ക് വേഗത്തിൽ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. ആ 26-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. സ്തോത്രം. അപ്പോൾ ആ വാക്യത്തിൽ പറയുന്നു, ഈ ജനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഹെൽപ്പർ, അവരുടെ സഹായകൻ ഈ ദൈവമാണ്. ഇന്ന് പകൽ ആരോടോ അത് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം. എനിക്കൊട്ടും ബലമില്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. സ്തോത്രം. ആരെന്നെ സഹായിക്കുമെന്ന് ചിന്തിച്ചിവിടെ വന്നിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഈ ദൂത് കൈമാറിക്കൊണ്ട് പറയുന്നു, യു ആർ നോട്ട് എലോൺ. നീ ഒറ്റയ്ക്കല്ല. ആമേൻ. യു ആർ നോട്ട് ഫോർസേക്കൻ. ആമേൻ. നീ തള്ളപ്പെട്ടവനും പള്ളപ്പെട്ടവളും അല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട്. അവൻ നിന്റെ സഹായകനായി ഇന്ന് പകൽ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം പറയുവാൻ എത്ര പേർ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, യു ആർ സപ്പോർട്ടഡ് ബൈ ഗാഡ്, യു ആർ ഹെൽപ്ഡ് ബൈ ഗാഡ്. ദൈവം നിന്നെ സഹായിക്കുന്നു. രണ്ടാമത്തെ കാര്യം നോക്കാം. സ്തോത്രം. അവൻ മേഘാരൂഢനായി. സ്തോത്രം. അടുത്ത വാക്യം 27-ാം വാക്യം. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ. ഈ ദൈവം രണ്ടാമത് നിനക്ക് സങ്കേതമാണ്, റെഫ്യൂജ്, സങ്കേതമാണ്. ഹല്ലേലൂയ. ഓടിച്ചെല്ലുവാൻ, അഭയം പ്രാപിപ്പാൻ കഴിയുന്ന ഒരു സങ്കേതമായി ദൈവം നമ്മോട് കൂടെയുണ്ട്. സന്തോഷമുണ്ടോ? സ്തോത്രം, സ്തോത്രം. ശത്രുവിൻ്റെ തീയമ്പുകൾ നമ്മുടെ നേരെ ഏശാതെ വണ്ണം, അതിൻ്റെ പ്രതികൂലങ്ങൾ നമ്മെ തകർക്കുവാനിടയാകാതെ വണ്ണം നമ്മെ മറയ്ക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സങ്കേതം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ രണ്ടാമത് നമ്മെ ദൈവം ധൈര്യപ്പെടുത്തുന്നത്, ആ സങ്കേതത്തിലേക്കൊന്ന് ഓടിച്ചെല്ലണം. അവിടെ ദോഷം സംഭവിക്കത്തില്ല, അവിടെ എതിരാളിക്ക് തൊടുവാൻ കഴിയത്തില്ല, അവിടെ നിനക്ക് ദോഷം ഭവിക്കത്തില്ല. ദൈവം തൻ്റെ കരങ്ങളിൽ നിന്നെ സൂക്ഷിക്കുന്നു. അപ്പം രണ്ടാമത്തെ ദൈവജനത്തിൻ്റെ പ്രത്യേകത, ദൈവം സങ്കേതമായിരിക്കുന്ന ഒരു ജനമാണ്. മൂന്നാമതായി അടുത്ത വാക്യം, കീഴേ ശാശ്വതഭുതങ്ങളുണ്ട്. താങ്ങുന്നവനാ. ഒന്ന് ഹെൽപ്പർ, രണ്ട് റെഫ്യൂജ്, മൂന്ന് സപ്പോർട്ടഡ് ബൈ ഗാഡ്. താങ്ങുന്ന ദൈവമാണ്. സ്തോത്രം. തകർന്നു പോകാതെ, തരിപ്പണമായി പോകാതെ താങ്ങുന്ന ദൈവത്തിൻ്റെ കരം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നമ്മളാരും നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. You know what the enemy wants? He wants to push you down. നിന്നെ തള്ളി താഴെ ഇടുവാനാണ് എതിരാളിയാകുന്ന പിശാച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ
താങ്ങി. എല്ലാവരും ഒന്ന് പറയാമോ? ദൈവം എന്നെ താങ്ങി. ഞാൻ ഇന്നിവിടെ വന്നത് ദൈവം എന്നെ താങ്ങിയത് കൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങൾ മാത്രമല്ല, ഇന്ന് പകലും നിന്നെ താങ്ങുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ കരം ശാശ്വത കരങ്ങളാണ്. ആമേൻ. അതൊരിക്കലും തളർന്നു പോകുന്ന കരമല്ല. അത് കീഴെ വിരിച്ചുകൊണ്ട് നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, താങ്ങുന്നവനാണ്. സ്തോത്രം. നാലാമതായി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 29-ാം വാക്യത്തിൽ, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയം. അവൻ നിന്റെ പരിചയാണ്. ഷീൽഡ് ഓഫ് ഹെൽപ്പ്, സഹായത്തിൻ്റെ പരിച. സ്തോത്രം. ഒരിക്കൽ അബ്രഹാം ചിന്തിച്ച് വളരെ നിരാശനായി തീർന്ന് ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ട് അവൻ ആകെപ്പാടെ ഒന്നും കണ്ണിന് പിടിക്കുന്നില്ല. എന്താ കാര്യമെന്നറിയാമോ? പഴയ വാഗ്ദത്തം ഓർത്തപ്പോൾ ഇതുവരെ ആ വാഗ്ദത്തം നിറവേറപ്പെട്ടിട്ടില്ല. നിനക്ക് ഞാനൊരു മകനെ നൽകുമെന്ന് ദൈവം പറഞ്ഞത് ആ നിമിഷം വരെ നടക്കാതിരിക്കുമ്പോൾ അവൻ നിരാശപ്പെട്ട് ഇരിക്കുന്ന സമയം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി പറയുകയാണ്, അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്റെ പരിചയമാണ്, നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം സാധാരണ ഓർപ്പിക്കുമ്പോൾ പറയാറുണ്ട്, അതിനു മുമ്പ് ഒരു വലിയ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ അബ്രഹാം തൻ്റെ വീട്ടിലുള്ള താൻ പഠിപ്പിച്ചെടുത്ത അഭ്യാസികളുമായി കടന്നുപോയി ആ വലിയ രാജാക്കന്മാരെ തോൽപ്പിച്ചു. അവരുടെ കയ്യിൽ നിന്ന് സോദോമിൻ്റെ ആൾക്കാരെയും നന്മകളെയൊക്കെ തിരിച്ചു പിടിച്ച് മടങ്ങി വന്നു. സോദോം രാജാവ് തന്നെ വന്ന് അവനോട് പറഞ്ഞു, അബ്രഹാമേ, നമ്മുടെ നാട്ടുനിയമം അനുസരിച്ച് ജയിക്കുന്നവനാണ് കൊള്ള മുഴുവനും എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആൾക്കാരെ മാത്രം തന്നാൽ മതി. ആമേൻ. തിരിച്ചു പിടിച്ച സമ്പത്തെല്ലാം നിൻ്റേതാണ്, നീ എടുത്തോ. ഉടനെ അബ്രഹാം പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താ ഓർമ്മയുണ്ടോ? സോദോം രാജാവേ, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് ഒരിക്കലും പറയരുത്. അതുകൊണ്ട് ഈ സമ്പത്തിൽ നിന്ന് ഒരു ചരടാകട്ടെ, ഒരു ചെരുപ്പിൻ്റെ വാറാകട്ടെ എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. സത്യമില്ലാത്ത, ന്യായമില്ലാത്തത് എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ വന്നാൽ, സ്തോത്രം, ആദ്യം പിശാച് വെച്ച് നീട്ടും. ഒരു കുഴപ്പമില്ല, എടുത്തോ, നാട്ടു നിയമമാണ്. ദിസ് ഈസ് വാട്ട് എവറിബഡി ഡസ്. എല്ലാവരും ചെയ്യുന്ന ഇതാ, കുഴപ്പമില്ല, കണ്ണടച്ചോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവൻ പറയും, അതെൻ്റേതാ. സ്തോത്രം. അതെൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. സ്തോത്രം. ഒത്തിരി ഞെളിയണ്ട കേട്ടോ, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ തന്നതാണ്. സ്തോത്രം. ഇത് അബ്രഹാമിന് അറിയാവുന്നത് കൊണ്ട് അവൻ പറയുകയാണ്, സോദോം രാജാവേ, നാട്ടു നിയമം അനുസരിച്ച് എനിക്ക് അവകാശപ്പെട്ടതാണെങ്കിലും എനിക്കത് വേണ്ടേ വേണ്ട. എന്താണെന്നറിയാമോ? അതിലും വലുത് തരുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവനാണ് എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നതെങ്കിൽ അവൻ എന്നെ കുറയ്ക്കത്തില്ല, അവൻ എന്നെ അവൻ ചെറുതാക്കത്തില്ല. ഇന്നാരോടോ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി നിന്നെ കുറയ്ക്കാതെ നിന്റെ ജീവിതത്തിലെ പോരായ്മകളെ നികത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓ ഹീ in the name of Jesus. Yes, yes, yes. Receive in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി പ്രാപിക്കുക. Oh, we give you glory, we give you glory, we give you glory, we give you glory, we give you glory. We worship you, Lord. We thank you for all your benefits. നിന്റെ എല്ലാ നന്മകൾക്കായി സ്തോത്രം.
കുടമന പ്രഭതല വൈഡമനാദൽ. ഇത് കഴിഞ്ഞാണ് നമ്മൾ വായിച്ച വാക്യം വരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞു. അബ്രഹാമിൻ്റെ ഉള്ളിൽ നിരാശ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കുന്നതെല്ലാം നിരാശയിലേക്കാണ്. സ്തോത്രം. ഒരു കാര്യത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോയാൽ പിന്നെ ഒന്നിന് പിറകെ ഓരോ ചിന്തകൾ ഒരേ. അത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയോ? ആ കാര്യം നീ ആഗ്രഹിച്ചതുപോലെ നടന്നോ? എല്ലാം പ്രതികൂലമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, അബ്രഹാമേ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഈ രാജാക്കന്മാർ, 5 രാജാക്കന്മാർ ഓർക്കാപ്പുറത്ത് തിരിച്ചു വന്നാൽ, മുമ്പേ ജയിച്ചെന്നുള്ളത് ശരിയാ, പക്ഷേ ഇനിയിപ്പോൾ ഓർക്കാപ്പുറത്ത് വന്നാൽ എൻ്റെ പൊടി പോലും കാണത്തില്ല. അവരെ എതിർത്ത് നിൽക്കുവാൻ കഴിയുമോ? സ്തോത്രം. ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് എൻ്റെ ഭാവന പറയുക കേട്ടോ, അവിടെ എഴുതിയിട്ടില്ല. കൂടാരത്തിനകത്ത് നോക്കിയിട്ട് അതിൻ്റെ ഫാബ്രിക്കും അതിൻ്റെ അപ്പോൾസ്ട്രിയും അതിൻ്റെ സെറ്റിയും ഒന്നും കണ്ടിട്ട് അങ്ങോട്ട് കണ്ണിന് പിടിക്കുന്നില്ല. എല്ലാ നന്മയും കൂടെ ലവം വെച്ച് നീട്ടിയതാണ് കുറച്ച് നാൾ മുമ്പ്. അന്നേരം ആ വലിയ ഉശിരോടുകൂടെ പറഞ്ഞു, ചരടാകട്ടെ. സ്തോത്രം. എന്തൊരബദ്ധമായിപ്പോയി. അതുമല്ലോ മേടിച്ചിട്ടിരുന്നെങ്കിൽ വീടിൻ്റെ ഭംഗി തന്നെ മാറിയേനെ. ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക്? എനിക്കൊരു തെറ്റ് പറ്റിയതാണോ? സ്തോത്രം. ഇങ്ങനെയുള്ള ചിന്ത ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞ 2 കാര്യം, അതിലൊന്നേ ഉള്ള എൻ്റെ വിഷയം, ഐ ആം യുവർ ഷീൽഡ്. ദാവീദിന്റെ ഭാഷയും കൂടെ ചേർത്ത് പറഞ്ഞാൽ, a shield all around me. Receive your healing in the name of Jesus. Oh, Rika Baba Baba, Riva Rama Baba Baba. I feel the presence of God here this morning. ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. കർത്താവ് ഇവിടെ നടകൊള്ളുകയാണ്. എത്ര പേർക്ക് ഈ സൗഖ്യം ആവശ്യമുണ്ട്? എത്ര പേർക്ക് ഇന്ന് ഈ ആത്മബലം ആവശ്യമുണ്ട്? Receive it. Receive it in the name of Jesus. Oh, rigadala raba shamdana rabagadala. Ribadala rabadala vaidamanadala vaudamanadal. Hallelujah. ഞാൻ വേഗത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ സഹായത്തിൻ്റെ പരിച, ദൈവം പരിച പിടിച്ചിരിക്കുന്ന ദൈവം, പരിചയമായി വെളിപ്പെടുന്ന ദൈവം. അടുത്ത വാക്യത്തിൽ ഞാൻ പോകുന്നില്ല. സ്തോത്രം. എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ്, അതിമഹത്തായ പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിനക്കെന്നാ കിട്ടി? സോദോമിൻ്റെ നന്മയ്ക്കൊക്കെ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ കർത്താവ് പറയാ, ഞാനാ നിൻ്റെ പ്രതിഫലം. ഒരു നല്ല സ്തോത്രം പറ. സ്തോത്രം. ഇവിടുത്തെ ഭൗതികമായത് പലതും കിട്ടിയിട്ടില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ് പറയാമോ, എൻ്റെ ദൈവത്തെ എനിക്ക് കിട്ടി. അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. അതിനുവേണ്ടി ആമേൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് മടുത്തുപോകാതെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. അപ്പോൾ 4-ാമത്തെ കാര്യം, ഒന്നാമത് ഞാൻ പറഞ്ഞു സഹായകനായി ദൈവം വെളിപ്പെടുന്നു. 2, പ്രൈസ് ദി ലോർഡ്, ദൈവം സങ്കേതമായി വെളിപ്പെടുന്ന ഒരു കൂട്ടർ. 3, ദൈവം താങ്ങുന്ന ഒരു കൂട്ടർ. 4, സഹായത്തിൻ്റെ പരിചയമായി ദൈവം കൂടിരിക്കുന്ന ഒരു കൂട്ടർ. 5-ാമത്തെ കാര്യം, അടുത്ത വാക്യം, നിന്റെ മഹിമയുടെ വാളും ആകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. നീ അവരുടെ ഉന്നതങ്ങളിൽ മേൽ നടകൊള്ളു. ദൈവജനത്തിന്റെ പ്രത്യേകത, അവർക്ക് തുല്യമായ ആരുമില്ല. എന്താണെന്നറിയാമോ? അവസാന ഭാഗം ഒന്നുകൂടെ വായിച്ചേ കുഞ്ഞേ. നീ അവരുടെ ഉന്നതങ്ങളിൽ മേൽ നടകൊള്ളും. നീ അവരുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളും. യു വിൽ ട്രെഡ് അപ്പോൺ ദെയർ ഹൈ പ്ലേസസ്. അവരുടെ ഉന്നതികളിന്മേൽ നീ കാല് ചവിട്ടും. ഇത് മനസ്സിലാക്കണമെങ്കിൽ വേഗം ഈ ഭാഗം വിടാതെ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം വന്നെടുക്കാം.
അതിൻ്റെ 24 വാക്യം ഒന്ന് വായിച്ചേ. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 24 വാക്യം. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിന്റെ അധിപതിമാരോട് അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യോശുവ അവരോട്, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാനിൽ ഇറങ്ങി യെരിഹോ കീഴ്പ്പെടുത്തി. ഹായിൽ ആദ്യം ഒരു പരാജയമൊക്കെ വന്നെങ്കിൽ ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പിന്നത്തേതിൽ ഹായിലും ദൈവം ജയം കൊടുത്തു കഴിഞ്ഞപ്പോൾ അമോരിയ രാജാക്കന്മാരെല്ലാം കൂടെ കൗൺസിൽ കൂടി. അവരെല്ലാം കൂടെ തീരുമാനിച്ചു, ഇങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട് നിന്നാൽ ഇവരോട് നമുക്ക് എതിർക്കാനൊക്കത്തില്ല, ഇവർ നമ്മളെ കീഴ്പ്പെടുത്തും. സോ ദേ ഫോംഡ് ആൻ അലയൻസ്. അവരൊന്നിച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കി ദൈവജനത്തിനെതിരെ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. സന്തോഷമുണ്ടോ? ദൈവാത്മാവ് ഒരു ദൂത് പറയുക കേട്ടോ. ആമേൻ. നീ ഒരു ദൈവ പൈതലായതുകൊണ്ട്, നീ ദൈവമുള്ള ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നീ അറിഞ്ഞോ അറിയാതെയോ ചില കൂട്ടുകെട്ടുകൾ നിനക്കെതിരെ ഉയർന്നു വരുമെന്ന് പരിശുദ്ധാത്മാവിന്ന് ദൂത് പറയുകയാണ്. എന്നാൽ അതിനെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട, അതിനെക്കുറിച്ച് നീ ചിന്തിച്ച് വിഷമിക്കേണ്ട. ആ എതിരായി ഉയരുന്ന കൂട്ടുകെട്ടുകളെ ദൈവം കൈകാര്യം ചെയ്തോളും. ദൈവം അതിൻ്റെ മേൽ ജയം തരും. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, നീ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിന്നാൽ നിനക്കെതിരെയുള്ള കൂട്ടുകെട്ടുകളെ സ്വർഗം തകർക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരൊരു ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ യോശുവ അവരോട്, ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ ആ ഗുഹ ബന്ധോസാക്കുക. എന്നിട്ട് ജനത്തെയെല്ലാം കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ ഗുഹ തുറന്ന് ഈ 5 വലിയ രാജാക്കന്മാരെ പുറത്തു കൊണ്ടുവന്നു. ഈ രാജാക്കന്മാരെ കാണുമ്പോൾ തന്നെ ജനത്തിന് പേടി തോന്നി. പക്ഷേ യോശുവ പറയുക, നിങ്ങളുടെ കാലെടുത്ത് സ്തോത്രം, അവരുടെ കഴുത്തിൽ നിങ്ങളുടെ കാലുകൾ വെക്കുക. സ്തോത്രം, ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം, യു ഷാൽ ട്രെഡ് അപ്പോൺ the adder and the lions. സിംഹത്തിന്മേലും, ബാക്കി പറ, അണലിമേലും നീ ചവിട്ടും. വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവ പൈതലേ, അത്യുന്നതന്റെ മറവിൽ ആമേൻ ഇന്ന് പകൽക്കാലം വസിച്ച ദൈവ പൈതലിനോട് കർത്താവ് പറയുന്നു, സിംഹങ്ങളും അണലിയും നിനക്കെതിരെ അണിനിരക്കും. പക്ഷേ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, ഈ അഭിഷേകത്തിന്റെ ബലത്തിൽ അവൻ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടുവാൻ ഒരധികാരം ഇന്ന് സ്വർഗം തരികയാണ്. അതിന്ന് അവകാശമായി എടുക്കുക. ഇന്ന് ആ ദൈവശക്തി ഏറ്റെടുത്ത് മടങ്ങിപ്പോ. ഭയം മാറട്ടെ, നിരാശ മാറട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. Oh, we thank you, Jesus. Thank you, Lord. Thank you, Jesus. Hallelujah. ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 10-ന്റെ 24-ഉം 25-ലും നമ്മൾ വായിച്ചു, ആർക്കാണ് അവരുടെ മേൽ ചവിട്ടുവാനുള്ള അധികാരം കിട്ടുന്നത്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ കുഞ്ഞെ. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിന്റെ അധിപതിമാരോട് അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യോശുവ അവരോട്, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇതിന്ന് മുറുകെ പിടിക്കാൻ തയ്യാറാണോ? സ്തോത്രം. ഭയം ഇല്ലാതെ, സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടരുത് കേട്ടോ. വെല്ലുവിളികളെ കേട്ടുകൊണ്ട് നീ ഭയപ്പെടരുത്.
ആ ഭയത്തെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കിക്കൊണ്ട് ഒരു കാര്യം പറ, സ്തോത്രം, ആമേൻ. യേശുവിൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, അതുകൊണ്ട് ഞാൻ ശങ്കിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. ആമേൻ. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഇന്ന് കർത്താവ് പറയുന്നു, എന്നോട് പോരാടുന്ന, എന്നെ പ്രലോഭിപ്പിക്കുന്ന ഏത് സാഹചര്യത്തിലും ഏത് എതിരാളിയുടെ മേലും ആമേൻ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രൈസ് ദ ലോർഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ 16:20 സ്തോത്രം, ആമേൻ. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളയും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ഇതൂത് കൈമാറുക. സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാർ വന്ന് കാൽ കീഴെ ചതച്ച് കളയുമെന്നല്ല പൗലോസ് പറഞ്ഞത്. ഞാനങ്ങ് വന്നു കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം, അതുവരെ നിങ്ങളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഐ എം കമ്മിങ് സൂൺ. ഞാൻ വരിക. ഞാൻ വന്നാൽ അവനെ കാൽ കീഴെ ചതച്ച് കളയുമെന്നല്ല പറഞ്ഞത്. യു ഹാവ് ടു ബി എക്യുപ്ഡ് ഫോർ ഇറ്റ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവാത്മാവ് ദൂത് പറയുക, നിന്നെ അതിനെ ബലശാലിയാക്കുവാൻ, അതിനെ മതിയാകാതാക്കുവാൻ മതിയായവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഭയപ്പെടരുത്, ശങ്കിക്കരുത്. ഉറപ്പും ധൈര്യവും ഉള്ളവളുമായിരിക്കുമെങ്കിൽ ഈ അധികാരം നിങ്ങളുടെ മേൽ ദൈവം പകരുകയാണ്. ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ജനത്തിന് തുല്യമായ ആരുമില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു ജനം. സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? അവരുടെ ദൈവം ആരാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. ഇന്നിരിക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് നിരാശപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്നതെന്നറിയാമോ? നാം സേവിക്കുന്ന ദൈവം ആരെന്നുള്ള പൂർണ്ണ വെളിപ്പാട് അകത്തില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. ലൈഫ് ഈസ് ഫുൾ ഓഫ് ചാലഞ്ചസ്. ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികൾ വരും. അതെല്ലാം ഓർത്ത് നിരാശപ്പെടാൻ പോയാൽ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാനൊക്കത്തില്ല. സ്തോത്രം. പക്ഷേ ഒരു കാര്യം ഇന്ന് പകൽ ഓർത്തോണം, ഐ ഹാവ് സംബഡി ഹു ഈസ് സ്ട്രോങ്ങർ ദാൻ മീ. എന്നേക്കാൾ ശക്തനായ ഒരുവൻ എന്നോട് കൂടെയുണ്ട്. എന്നേക്കാൾ ബലശാലിയായ ഒരുവൻ എന്നോട് കൂടെയുണ്ട്. അവൻ ആരാണ്? ഞാൻ വേഗത്തിൽ 7 ദൈവികമായ പ്രത്യേകത ഈ ഭാഗത്ത് മാത്രം ഞാൻ ഓർപ്പിക്കാൻ പോവുകയാണ്. ഒന്നാമതായി നാം വായിക്കുന്നു, അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ ദൈവം ആരാന്നറിയാമോ? അവൻ ആകാശത്തൂടെ മേഘാരൂഢനായി വരുന്ന ദൈവമാണ്. എന്തിനാണെന്നറിയാമോ? നിൻ്റെ സഹായത്തിന്, എൻ്റെ സഹായത്തിന്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? ഓ, ഈ വിഷയത്തിൽ എങ്ങനെ ഒരു ഒരു മറുപടി കാണുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം, എനിക്കും നിങ്ങൾക്കും വേണ്ടി സഹായത്തിനായി മേഘാരൂഢനായി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. 104 സങ്കീർത്തനം 4 വാക്യം നമുക്ക് വേഗം എടുക്കാം. 104 സങ്കീർത്തനം 4 വാക്യം. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. സ്തോത്രം. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും, പിന്നെ അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും. അപ്പൊ ദൈവം മേഘാരൂഢനായി സഞ്ചരിക്കുമ്പോൾ he travels on the wind. കാറ്റുകളാണ് അവൻ്റെ രഥങ്ങളായി. യാതൊന്നിനും തടസ്സപ്പെടുത്തുവാൻ കഴിയത്തില്ല. അവൻ മേഘാരൂഢനായി വെളിപ്പെടുന്ന ദൈവമാണ്. അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരാക്കും. ആ വാക്യത്തിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. തൻ്റെ ശുശ്രൂഷകന്മാരെ കാറ്റിനെ പോലെയും
അഗ്നിജ്വാലയെ പോലെ ആക്കുമെന്നും ആ വാക്യത്തിനൊരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വിഷയം അതല്ല. ദൈവം സഞ്ചരിക്കുന്നത് കാറ്റുകളിന്മേലാണ്. ദൈവം സഞ്ചരിക്കുന്നത് അഗ്നിജ്വാലയിന്മേലാണ്. എന്തിനാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും സഹായിക്കുവാൻ, വിടുവിക്കുവാൻ, താങ്ങുവാൻ വരുന്നൊരു ദൈവം നമ്മോടുകൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ഭൂമിയിലൂടെ നമ്മുടെ നേരെ ആമേൻ നമ്മെ വെല്ലുവിളിക്കുന്ന എതിരാളിയാകുന്ന പിശാച് കടന്നു വരുമ്പോൾ ആകാശത്തിലൂടെ നിനക്ക് വേണ്ടി മേഘാരൂഢനായി ഹല്ലേലൂയ വെളിപ്പെടുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. ആമേൻ. ഈ ലോകത്തിൻ്റെ ശക്തികൾക്ക് അവനെ തടയുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിൻ്റെ വിഷയങ്ങൾക്ക് അവനെ തടയുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ദൈവകരങ്ങൾ സമർപ്പിക്കുമെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ മേഘാരൂഢനായി നിന്നെ സഹായിപ്പാൻ, നിന്നെ താങ്ങുവാൻ, നിന്നെ നിലനിർത്തുവാൻ, നിനക്ക് വേണ്ടി പരിചയമായി വെളിപ്പെടുവാൻ, ആമേൻ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവൻ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വേഗത്തിൽ ആ വാക്യം വായിച്ചങ്ങ് വിടാം. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നു, പുരാതനായ ദൈവം. ദൈവത്തിൻ്റെ അടുത്ത പ്രത്യേകത ഇറ്റേണൽ ഗോഡ്, മാറ്റമില്ലാത്തവനാകട്ടോ, എന്നേക്കുമുള്ള ദൈവമാണ്. ആമേൻ. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവുമായ താൻ മാത്രം. സ്തോത്രം. ഹൂ അലോൺ ഈസ് ഇമ്മോർട്ടൽ. മറ്റാരും അമർത്യതയുള്ളവരല്ല കേട്ടോ. മറ്റുള്ളവരെല്ലാം മാറിപ്പോകുന്നവരാ. ആമേൻ. ആരെയൊക്കെ നമ്മൾ ആശ്രയിച്ചോ അവരൊക്കെ മാറിപ്പോകും. എന്നാൽ ഈ ദൈവം മാത്രം അമർത്യതയുള്ളവനാ, മാറ്റമില്ലാത്തവനാ. അവൻ എന്നേക്കും നമുക്ക് വേണ്ടി വാഴുന്നവനാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഇന്ന് പകൽക്കാലം പറയാം, ഈ ദൈവം എൻ്റെ സഹായകനാണെങ്കിൽ ഐ വിൽ നോട്ട് ഫിയർ. ഞാൻ ഭയപ്പെടത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. എനിക്കറിയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പല പ്രശ്നങ്ങൾ മുൻപിൽ വെല്ലുവിളിയായി നിൽക്കുന്ന പല പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. നിങ്ങളോടെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ ഏൽപ്പിച്ചതായ ദൂത്. സ്തോത്രം. ആമേൻ. ഈ ദൈവം, ഈ വലിയ ദൈവം, തുല്യതയില്ലാത്ത ഈ ദൈവം, സ്തോത്രം, നമ്മോട് കൂടെയുള്ളത് കൊണ്ട്, നമുക്ക് വേണ്ടിയുള്ളത് കൊണ്ട്, നമുക്ക് വേണ്ടി പോരാടുന്നത് കൊണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പറ, ഐ വിൽ നോട്ട് ഫിയർ. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല, ഞാൻ തളർന്നു പോകുകയില്ല. ആമേൻ. ലോകത്തിൻ്റെ വിധിയെഴുത്ത് വിപരീതമായിരിക്കട്ടെ, ഡോക്ടർമാർ പറഞ്ഞതായ രേഖ വിപരീതമായിരിക്കട്ടെ, ബട്ട് ഐ വിൽ നോട്ട് ഫിയർ. ഞാൻ ഭയപ്പെടത്തില്ല. എന്തുകൊണ്ട്? ഈ ദൈവം, ആമേൻ, പുരാതനായ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. അവനാണ് എന്നെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. അവൻ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തെ സഹായിപ്പാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കുവാൻ, എൻ്റെ മേൽ തന്നെ ശക്തി പകരുവാൻ, ഈ പ്രതിസന്ധിയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വേഗത്തിൽ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഈ ദൈവജനത്തിൻ്റെ അടുത്ത പ്രത്യേകത ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ദൈവം തൻ്റെ ജനത്തിന് ധാന്യവും വീഞ്ഞും മുടക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. 4-ാം സങ്കീർത്തനം ഓർമ്മയുണ്ടല്ലോ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തിന് ആവശ്യമുള്ള ധാന്യം നൽകും. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂതനെ ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ശൂന്യതകളെ മാറ്റി ദൈവം പ്രവർത്തിക്കും. ആമേൻ. അവൻ്റെ
പ്രൊവിഷൻ, അവൻ്റെ കരുതൽ തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടും. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽ അതേ സഹോദരി നിന്നോട് തന്നെയാണ്, നിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിലാണ്, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി സംസാരിക്കുന്നത്. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ദൈവം നിന്നെ പോഷിപ്പിക്കും. എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ, അടുത്തൊരു കാര്യം കൂടെ പറയാം. വായിച്ചേ. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിന്റെ ഉറവ് തനിച്ചും വസിക്കുന്നു. യാക്കോബിന്റെ ഉറവ് തനിച്ചും, ഡ്വെൽ അലോൺ. സ്തോത്രം. യോശുവയുടെ പുസ്തകത്തിൽ വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ച ഇസ്രായേൽ എപ്പോഴും അവരെ തിക്കിക്കൊണ്ടിരുന്നു ദേശനിവാസികൾ. എന്നാൽ തനിയെ പാർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വസ്ഥമായി പാർക്കുന്നൊരനുഭവമാണ്. സന്തോഷമുണ്ടോ? സ്തോത്രം. നാളുകളായി പിശാച് നമ്മെ പല വിധങ്ങളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ തിക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുകയാണ്. സ്തോത്രം. തനിച്ചു പാർക്കുന്ന ഒരു അനുഭവം, സ്വസ്ഥതയോട് പാർക്കുന്ന ഒരു അനുഭവം. യെസ്, God says, I am going to do it for you. നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാൻ പോകുന്നുവെന്ന് ചിലരോട് പറയുന്നു. തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, നിന്റെ ദൈവം എവിടെയെന്ന് പലരും നിന്നെ വെല്ലുവിളിച്ച് ചോദിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ ഇതാ സ്വസ്ഥതയോടെ തനിയെ പാർക്കുവാൻ ദൈവത്തിൻ്റെ കരമേ അവൻ നിനക്ക് വേണ്ടി ഇന്ന് ഒരു വിടുതൽ വ്യാപരിക്കുകയാണ്. നിനക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് അറുതി വരുത്തുന്നവനാണ്. യെസ്, hallelujah, praise the Lord, praise the Lord, hallelujah. ഒരു കാര്യം കൂടെ പറയാം. അടുത്ത വാക്യം. ആകാശം അവന് മഞ്ഞു പൊഴിക്കുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം. ഉണങ്ങി വരണ്ട സ്ഥലം. അവിടെ വെളുപ്പിനെ സമയം മഞ്ഞ് പെയ്താൽ വരൾച്ച മാറും. വാട്ട് ഡസ് ദാറ്റ് ഷോ? ഒരു റിന്യൂവൽ, ഒരു പുതുക്കമാണ് ദൈവം നമുക്ക് തരുന്നത്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ ഇതുകൂടെ പറഞ്ഞ് എൻ്റെ ദൂത് അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. വരണ്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ശോഷിച്ചിരിക്കുന്ന അനുഭവങ്ങൾ, ശുഷ്കിച്ചിരിക്കുന്ന അനുഭവങ്ങളെ സ്വർഗം പറയുന്നു, ഞാൻ മാറ്റിക്കൊണ്ട് ഞാൻ ഒരു പുതുക്കം പകരുവാൻ പോകുകയാണ്. സ്തോത്രം. ഇനിയൊരു പ്രയോജനമില്ല, ഇനിയൊരു നന്മയില്ല, ഇനി ഇതിലൊരു റിസൾട്ടില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ സ്ഥാനത്ത് കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി ഒരു പുതുക്കമൊരുക്കും. നിൻ്റെ ബിസിനസ്സിലൊരു പുതുക്കമൊരുക്കാൻ പോകുകയാണ്, നിൻ്റെ ജോലിയിലൊരു പുതുക്കമൊരുക്കാൻ പോകുകയാണ്, നിൻ്റെ യാത്രകളിൽ സ്വർഗം പറയുന്നു ആ വരൾച്ച മാറ്റിക്കൊണ്ട് ഒരു പുതുക്കം, പ്രതീക്ഷിക്കാത്ത ഒരു പുതുക്കം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇതാ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുവാൻ കഴിയുമോ? എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? Praise the Lord, praise the Lord, amen. ഒരനുഭവമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശൂരൂനായിരിക്കണം കേട്ടോ. നേരുള്ളവരായി, നീതിയോടെ ജീവിക്കുന്നവരായി ഈ തലമുറയിൽ നിലകൊള്ളുവാൻ ഇന്ന് പകൽ എത്ര പേർ ദൈവവരങ്ങൾ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഈ കൊച്ചുദൂതിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. 2 ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഒന്ന്, ഹൂ ഈസ് എ ഗോഡ് ലൈക്ക് ദ ഗോഡ് ഓഫ് ജെഷുരൂൻ? യെശുരൂൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല. സ്തോത്രം. ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജനം, യെശുരൂൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജനത്തിന് തുല്യമായി മറ്റൊരു ജനമില്ല. ലോകം വിധി നമ്മളെ ബഹുമാനിച്ചില്ലെങ്കിലും, നമുക്ക് സ്തോത്രം വില കൽപ്പിച്ചില്ലെങ്കിലും, ഇന്ന് പകൽ കർത്താവ് പറയുന്നു, യു ആർ വാല്യുബിൾ ടു ഗാഡ്. ഞാനും നിങ്ങളും ദൈവത്തിന് വിലയേറിയവരാ. ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല, ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ നമ്മോട് കൂടെ ഇരിക്കും. ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അവൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ യാത്ര ചെയ്യുവാൻ, വിശുദ്ധിയോടെ യാത്ര ചെയ്യുവാൻ, ദൈവകൃപയോടെ മുന്നോട്ട് പോകുവാൻ എത്ര പേര് ഇന്ന് ദൈവവരങ്ങൾ സമർപ്പിക്കും? കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ ദൈവത്തിൻ്റെ ജനമായി
ദൈവത്താൽ നയിക്കപ്പെടുന്നവരായി, താങ്ങപ്പെടുന്നവരായി, സഹായിക്കപ്പെടുന്നവരായി, ആമേൻ, പരിചയമായ ദൈവം കൂടിരുന്ന് ശത്രുവിൻ്റെ മേൽ കാല് ചവിട്ടുവാൻ, അധികാരത്തോടെ കാൽ കീഴെ ചതച്ചു കളയുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ അധികാരം ദൈവജനത്തിന് മേൽ ഞാൻ കൈമാറുകയാണ്. റിസീവ് ഇറ്റ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ജനത്തെ, തീരുമാനമെടുത്തവരെ എല്ലാം അങ്ങയുടെ കരത്തിൽ ഞാൻ പരമേൽപ്പിക്കുന്നു. ഇന്ന് പകൽ ഈ ബലത്തോടെ മടങ്ങിപ്പോകുവാൻ, ദൈവകൃപ പ്രാപിച്ചു മടങ്ങുവാൻ സ്തോത്രം. ആമേൻ. വരണ്ടിരിക്കുന്ന ചിലത് ഇന്ന് പകൽ ആ മഞ്ഞ് ഏറ്റ് ആമേൻ ഒരു പുതുക്കത്തിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. ചില തളർന്നുപോയ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ മേൽ ഇന്ന് ഒരു പുതുക്കം വ്യാപരിക്കട്ടെ. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അത് പ്രാപിക്കുക. അതിനായി ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തും യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 26-ാം തീയതി ആ ശുശ്രൂഷകൾക്കായി, അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കായി തുടർന്നും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് അവസരം തന്ന കർത്താവിൻ്റെ ദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. ഗാഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പകൽക്കാലം കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹിത വചനങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ആരുള്ളൂ? ഹല്ലേലൂയ. ശക്തനായ ദൈവം, സഹായത്തിന് ഇറങ്ങി വരുന്ന ദൈവം, താങ്ങായി തണലായി നമുക്ക് വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ ആ വലിമയെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഏത് പ്രതികൂല ഘട്ടങ്ങളിലും മേഘാരൂഢനായി നമുക്ക് വേണ്ടി വരുന്ന ഈ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലവും നമ്മുടെ വിഷയങ്ങളുടെ മേൽ ചലിപ്പിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം. ഒരു ഇസ്രായേലിനെ ഇന്നും നിലനിർത്തുന്ന ദൈവം, ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ ദൈവമാണ് സകലത്തിൻ്റെയും ദൈവം എന്ന് പറയുന്നത്. ഇന്നും ഇസ്രായേലിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ദൈവം, ദൈവവേദന നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമാണ്. ആ യേശുവിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തെ ഓർക്കാം, അവിവാഹ ശുശ്രൂഷകളെ ഓർക്കാം. എല്ലാം ദൈവത്താൽ അനുഗ്രഹിതമായി തീരുവാൻ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം പോൽക്കാലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണം.